ഹേ ഗൈസ്, വെൽക്കം എവരിവൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രീമിയോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ പറ്റി നമ്മൾ പറഞ്ഞു. സ്ട്രീമിയോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് മൂവീസ് ആൻഡ് സീരീസ് നമുക്ക് എങ്ങനെ വാച്ച് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ആൻ ഇൻക്രെഡിബിളി എക്സെപ്ഷണലി ബ്രില്യൻറ്റ് ആപ്ലിക്കേഷൻ. കൂടുതൽ ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടാൽ മതി റീക്യാപ്പായിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡെബ്രിഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വാട്ട് ഈസ് ഡെബ്രിഡ്, എന്തൊക്കെ തരം ഡെബ്രിഡ് ഉണ്ട്, അത് ഡെബ്രിഡ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് ബെനിഫിറ്റ് ഉള്ളത്, അങ്ങനെയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് മെൻഷൻ ദാറ്റ് ഡെബ്രിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രീമിംഗ് കുറച്ചുകൂടി എന്താണ് മച്ച് മോർ ഈസിയർ ആൻഡ് മച്ച് മോർ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും മാത്രമാണ് ഞാൻ രണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ വി ആർ ഡൂയിങ് ദാറ്റ് തിങ്. എന്താണ് ഡെബ്രിഡ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. എന്തിനാണ് നമ്മൾ ഡെബ്രിഡ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ അതിനെല്ലാം മുന്നേ നമുക്കൊരു അനാലജി വെച്ച് നോക്കാം. നമ്മൾ ഒരു സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മോസ്റ്റ്ലി ഇപ്പൊ എന്താ ചെയ്യുക, എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി എന്ത് ചെയ്ത് ചെയ്യുക, ഒരു നെറ്റ്ഫ്ലിക്സിന്റെ അല്ലെങ്കിൽ ഒരു ആമസോണിന്റെ ഒക്കെ ഒരു അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ അവിടെ അതിന് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യും അല്ലെ. ഈ ആമസോണിൽ നിന്നും ഇതൊക്കെ അക്കൗണ്ട് എടുക്കണമെങ്കിൽ മിനിമം 300 rupees ആണ്. ഓക്കെ, ആമസോണിന്റെ കേസിൽ 299, നെറ്റ്ഫ്ലിക്സിന്റെ കേസിൽ കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് 450 or something, 499. സോ സ്റ്റാർട്ടിങ് തന്നെ 300 rupees ആണ്. ഞാനിവിടെ പറയാൻ പോകുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 rupees നിങ്ങൾക്ക് പേ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ സിനിമകളും സീരീസുകളും ഈ ലോകത്തിൽ ഇറങ്ങിയേക്കണ ഒട്ടുമിക്കല്ല ഒരു 99.9% ഓഫ് മൂവീസ് ആൻഡ് സീരീസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് വൺ ഈസ് ബെറ്റർ ദാൻ സ്ട്രീമിംഗ്, ബെറ്റർ ദാൻ എന്താ ഈ വെബ് സ്ട്രീമിംഗ്, മറ്റേ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പോലത്തെ മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് വേ ബെറ്റർ. അതെന്തുകൊണ്ടാണ് ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ നമ്മളിപ്പോ നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് 4K HDR നമുക്ക് 650 rupees കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ കിട്ടും. പക്ഷെ ഈ 4K HDR എന്ന് പറയുമെങ്കിലും ഈ 4K HDR എന്ന് പറയുന്നത് ഈസ് ജസ്റ്റ് ദ റെസൊല്യൂഷൻ. ഒരു വീഡിയോയുടെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് റെസൊല്യൂഷൻ അല്ല, ബിറ്റ് റേറ്റ് ആണ്. ആൻഡ് അൺസർപ്രൈസിംഗ്ലി നെറ്റ്ഫ്ലിക്സിലും അതുപോലെ തന്നെ ആമസോണിലൊക്കെ ബിറ്റ് റേറ്റ് വളരെ കുറവായി. ഒരു ടിപ്പിക്കൽ ബ്ലൂറേ ഡിസ്കിനെ വെച്ച് നോക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലൊക്കെ സ്ട്രീം ചെയ്യണ വീഡിയോസിൽ ബിറ്റ് റേറ്റ് ഭയങ്കര കുറവായിരിക്കും. സോ ഈ ബിറ്റ് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ ഇമേജിന്റെ ക്വാളിറ്റി ഭയങ്കര കുറവായിരിക്കും. ഐ എം നോട്ട് സെയിങ് ദാറ്റ് മാസീവ് ഡിഫറൻസ് ഒന്നല്ല കേട്ടോ. ഓക്കെ, ഞാൻ ഈ പറയുന്ന ക്വാളിറ്റി ഡിഫറൻസുകൾക്ക് നോട്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു 50 inch സ്ക്രീനിലോട്ട് പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇഫ് യു യൂസ് എ പ്രൊജക്ടർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ദെൻ ഓൺലി യു വിൽ നോട്ടീസ്. ദാറ്റ് മീൻസ് അത്രയും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങളത് നോട്ടീസ് ചെയ്യും. ആൻഡ് ഡെഫിനറ്റ്ലി ദർ ഈസ് നോട്ടീസബിൾ ഡിഫറൻസ്. അതൊരു 50 inch ഒരു 4K ടിവിയിലോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. കാരണം ഇമേജിന് ഒരു ക്വാളിറ്റി ഇല്ലാത്തത് പോലെ തോന്നും. ഈ മൂവിങ് ഇമേജസ് ആണല്ലോ ബേസിക്കലി മൂവീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫാസ്റ്റ് പേസ്ഡ് മൂവിങ് ഇമേജസ് വരുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ എന്തോ ഒരു ക്വാളിറ്റി ലോസ് ഉള്ള പോലെ തോന്നും. എസ്പെഷ്യലി ആ സെയിം മൂവി നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും തോന്നും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്, അതിനുള്ള റീസൺ ആണ് ഈ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ബിറ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ നമുക്ക് ഇമേജിന്റെ അല്ലെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് കൂടുതലായിട്ട് നമുക്ക് തോന്നും. ഇപ്പോ ടിപ്പിക്കലി ഒരു ബ്ലൂറേ ഡിസ്കില് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് 70 to 144 Mbps. പക്ഷെ ഒരു സ്ട്രീമിംഗ് സർവീസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഒക്കെ വെച്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബിറ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. ഇറ്റ് വുഡ് ബി ലൈക്ക് അറൌണ്ട് 25 to 30 Mbps. അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാനിവിടെ ഈ വീഡിയോ പ്ലേ ചെയ്യാം. ലെഫ്റ്റില് നിങ്ങൾ കാണുന്നത് ഒരു ലോവർ ബിറ്റ് റേറ്റിലുള്ള വീഡിയോ ആണ്, റൈറ്റിൽ നിങ്ങൾ കാണുന്നത് ഒരു ഹയർ ബിറ്റ് റേറ്റിലുള്ള വീഡിയോ ആണ്. ആൻഡ് ഞാൻ ഈ വീഡിയോയിൽ എന്റെ മൗസ് പോയിന്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഈ പോർഷൻ ഒന്നും ക്ലിയർ അല്ല, ഈ വിൻഡോസ് ഒന്നും ക്ലിയർ അല്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഈ വിൻഡോസ് ക്ലിയർ ആണ്, ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആണ്. ഇറ്റ് ഈസ് വെരി വെരി ക്ലിയർ അല്ലെ. ദിസ് ഇസ് ആൻ എക്സ്ട്രീം എക്സാമ്പിൾ. പക്ഷെ ദിസ് ഈസ് ദ
വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഒരു സ്ട്രീമിംഗ് സർവീസ്. ഓക്കെ, ഇത്രയും എക്സ്ട്രീം ആയിരിക്കില്ല, ബട്ട് ദിസ് ഈസ് ഹാപ്പനിങ്. ദിസ് ബിട്രേറ്റിന്റെ റിഡക്ഷൻ എന്തായാലും നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കേട്ടോ, റൈറ്റിലത്തെ വീഡിയോ ഭയങ്കര സ്മൂത്തറാണ്, ഭയങ്കര ഷാർപ്പറാണ്. ഇറ്റ് ഈസ് വെരി കോൺട്രാസ്റ്റ്, ഹെവിയാണ്, നല്ല കളേഴ്സ് ഉണ്ട്. യു കുഡ് ഈസിലി ഐഡന്റിഫൈ വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി. പക്ഷെ രണ്ട് വീഡിയോയും ബേസിക്കലി 1080p പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി ഇറ്റ്സ് ദ സെയിം റെസൊല്യൂഷൻ, but quality of the video doesn't actually, it's not proportional to resolution. Resolution വെച്ചിട്ടല്ല ഒരു വീഡിയോയുടെ ക്വാളിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി അബൌട്ട് ബിറ്റ് റേറ്റ്. ഹയർ ദ ബിറ്റ് റേറ്റ്, ഹയർ ദ ക്വാളിറ്റി, ഹയർ ദ സൈസ്. ഓക്കെ, ലാർജർ ദ സൈസ്. ഫോർ എക്സാമ്പിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഹയസ്റ്റ് ക്വാളിറ്റി ഓഫ് എ മൂവി എന്ന് പറയുന്നത് ബ്ലൂറേ ഡിസ്ക് ആണ്. ബ്ലൂറേ ഡിസ്കിലാണ് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ഓഫ് ദ മൂവി വിച്ച് യു വിൽ ഗെറ്റ്. ആൻഡ് ടിപ്പിക്കലി ഒരു ബ്ലൂറേ ഡിസ്കിന്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 25 GB to 50 GB. അതൊക്കെയാണ് അതിന്റെ മിനിമം സൈസ്. ഓക്കെ, ഇറ്റ് കുഡ് മാക്സ് ഔട്ട് ടു ലൈക്ക് 100 or 100+ സൈസ് ഉണ്ടാവാം. അപ്പോ അത്രയും സൈസ് ഉള്ള ഇതാണ് ഒരു ബ്ലൂറേ ഡിസ്ക് നമ്മൾ മേടിക്കുമ്പോൾ അത്രയും സൈസിലാണ് നമ്മൾ മൂവീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും സൈസ് വരുന്നത് അത്രയും ഹയസ്റ്റ് ബിറ്റ് റേറ്റ് ഉണ്ട്. കാരണം ഒരു ബ്ലൂറേ ഡിസ്കിന്റെ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് absolutely it is above എന്താ പറയാ ഒരു 70 to 80 MBPS മുകളിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോസ് വിൽ ബി മച്ച് ഡിഫൈൻഡ് ആൻഡ് മച്ച് റിയൽ ലൈഫ് ലൈക്ക് ഇൻ എ ബ്ലൂറേ ഡിസ്ക്. ഓക്കെ, സ്ട്രീമിംഗ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടില്ല. ഓക്കെ, വി വിൽ നോട്ട് ഫീൽ ദാറ്റ് എന്താ പറയാ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടില്ല. അപ്പോ റിയൽ ഡെബ്രിഡ് എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡെബ്രിഡ് എന്താണെന്ന് പറയാം. ഡെബ്രിഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മീഡിയേറ്റർ ആണ്. ഇപ്പോൾ റിയൽ ഡെബ്രിഡിന്റെ അക്കൗണ്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു മീഡിയേറ്റർ ആണ്. കുറെ ഫയൽ ഹോസ്റ്റേഴ്സ് ഉണ്ട്, ഇവർക്ക് കാണുന്നില്ലേ, കുറെ ഫയൽ ഹോസ്റ്റേഴ്സും അതേപോലെ തന്നെ ടൊറന്റ് സൈറ്റുകളിൽ നിന്നുള്ള ലിങ്കുകൾ ഇവര് ശേഖരിച്ച് ഇവരുടെ മെമ്മറിയിൽ ക്യാഷ് ചെയ്ത് വെക്കും. ക്യാഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ ഏതെങ്കിലും ഒരു മൂവി റിയൽ ഡെബ്രിഡിന്റെ അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആഡ് ഓൺ വെച്ച് നമ്മൾ കാണുകയാണെങ്കിൽ റിയൽ ഡെബ്രിഡിന്റെ സർവേഴ്സ് നിന്നായിരിക്കും അത് പ്ലേ ചെയ്യാം. റിയൽ ഡെബ്രിഡിന് CDN സർവേഴ്സ് ഉണ്ട്. ഞാനിപ്പോ ഇവിടെ എന്താ പറയാ എന്റെ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നില്ലേ, ഇവിടെ CDN സർവേഴ്സ് ഉണ്ട്. ഇതിപ്പോ ഓട്ടോമാറ്റിക്കലാണ് കിടക്കുന്നത്, ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അപ്പോ CDN സർവേഴ്സിൽ ഈ CDN സർവേഴ്സ് ഉള്ള കാരണം കൊണ്ട് ഹൈ സ്പീഡ് നെറ്റ്വർക്കാണ്, ഹൈ സ്പീഡാണ് ഇവരുടെ സർവറിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇത്രയും ഹൈ സ്പീഡില് നമുക്ക് ഈ വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്ത് തരികയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ബ്ലൂറേ ഡിസ്ക് പോലെ തന്നെ ബ്ലൂറേ ഡിസ്കിന്റെ എക്സാക്ട് കോപ്പി എടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ദാറ്റ് ഈസ് BD റീമിക്സ്. ഓക്കെ, BD റീമിക്സ് അഥവാ ബ്ലൂറേ ഡിസ്ക് റീമിക്സ്. ഓക്കെ, അപ്പോ ഈ ബ്ലൂറേ ഡിസ്കിന്റെ റീമിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ബ്ലൂറേ ഡിസ്കിന്റെ എക്സാക്ട് കോപ്പിയാണ്. അതുകൊണ്ട് തന്നെ ചില മൂവീസ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് അല്ല എന്താ പറയാ ഈ ഒരു വർഷത്തിൽ ഇറങ്ങിയിട്ടുള്ള ബാലറീന എന്ന് പറഞ്ഞിട്ട് മൂവി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ BD റീമിക്സ് എന്ന് വെച്ചാൽ ബ്ലൂറേ ഡിസ്കിന്റെ റീമിക്സ് ഫയൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഹവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കും. ഇറ്റ് ഈസ് അറൌണ്ട് എന്റെ സൈസ് നോക്കി 72 GB ആണ്. ബട്ട് 72 GB ആണെങ്കിലും ദിസ് ഈസ് ദ ഹയസ്റ്റ് പോസിബിൾ ക്വാളിറ്റി വിച്ച് ഈസ് അവൈലബിൾ ടു പബ്ലിക്. ഓക്കെ, ഇതിനും ഹയർ ക്വാളിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ സിനിമയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ കാണിക്കാൻ വേണ്ടിയുള്ള ക്വാളിറ്റി. അത് നമുക്ക് എന്തായാലും നമുക്ക് പ്ലേ ചെയ്യാൻ പോലും പറ്റില്ല. അതിനുള്ള പ്ലെയർ സെപ്പറേറ്റ് വേറെ സിസ്റ്റം ആണ് അതിന്. അപ്പൊ അത് വിട്. പക്ഷെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നത് 72 GB സൈസിലുള്ള ഈ ഫയലാണ്. ഇതൊരു റീമിക്സ് ഫയലാണ്. റീമിക്സ് ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ആൻ എക്സാക്ട് കോപ്പി ഓഫ് ദിസ് മൂവീസ് ബ്ലൂറേ ഡിസ്ക്. അപ്പോ അത് നിങ്ങൾക്ക് ഈസിലി പ്ലേ ആവുകയും ചെയ്യും. ഈസിലി. ഇപ്പൊ ഞാനിപ്പോ ഒരു 50 MBPS ആണ് എന്റെ അടുത്ത് നെറ്റ്വർക്ക് പ്ലാൻ. 50 MBPS ഞാനൊരു 72 GB ഫയൽ സൈസ് ഞാൻ തുറന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോക്കുക റിയൽ ഡെബ്രിഡിന്റെ ആ ഒരു പവർ റിയൽ ഡെബ്രിഡിന്റെ അക്കൗണ്ട് ഉള്ള കാരണം കൊണ്ട് ഇറ്റ് ഈസ് വെരി ഈസി ലോഡ് ചെയ്യാൻ. അപ്പൊ 55 മിനിറ്റ്സിലോട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ സാധനം ഒരു കപ്പിൾ ഓഫ് സെക്കൻഡ്സ് എടുത്തോളൂ, മാക്സിമം ഒരു 5 to 10 സെക്കൻഡ്സ് എടുത്തു അല്ലെ, അതിന്റെ ഉള്ളിൽ അത് പ്ലേ ആയി. സോ അതാണ് റിയൽ ഡെബ്രിഡിന്റെ ഗുണം. റിയൽ ഡെബ്രിഡ് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രീമിങ് വളരെ സ്മൂത്ത് ആയിരിക്കും,
വളരെ സ്മൂത്ത് ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് പല പല സിനിമകളും നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി പോസിബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. Highest quality. And I mean the latest movies, including the latest movies. For example, Fantastic Four. Fantastic Four Fantastic Four ആണല്ലോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ഇറങ്ങിയിരിക്കണം. എൻ്റെ ഒരു അറിയാവുന്ന മൂവി. പിന്നെ പ്രൊഡക്ടർ പിന്നെ എന്താ പറയുക ഇറങ്ങിയിട്ടില്ല. ഇത് ഇപ്പോഴും OTT-ൽ ഇറങ്ങിയിട്ടില്ല. OTT-ലല്ല, പബ്ലിക്കിൽ ഇറങ്ങിയിട്ടില്ല. ഇപ്പോ ഫാന്റാസ്റ്റിക് ഫോർ സെയിം തിങ്. ഇതൊരു ബ്ലൂറേ റീമിക്സ് ഫയലാണ്. സോ ദാറ്റ് മീൻസ് ദിസ് വൺ വിൽ ഹാവ് ദി ഹയസ്റ്റ് ക്വാളിറ്റി. ഹയസ്റ്റ് ക്വാളിറ്റി ഈ സിനിമയുടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഫയലിൽ നിന്നായിരിക്കും. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു വെബ് സ്ട്രീമിംഗ് സർവീസിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഫാന്റാസ്റ്റിക് ഫോർ ജിയോ ഹോട്ട്സ്റ്റാറിനാണല്ലോ, അതിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഈസ് ട്രൂത്ത്. ഇത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവരുടെ ഏറ്റവും ഹയസ്റ്റ് 4K HDR എടുത്താലും നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റിയിൽ വാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബിറ്റ് റേറ്റ് കംപ്രസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബിറ്റ് റേറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മാക്സിമം പോയാൽ 30 MBPS ബിറ്റ് റേറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ബട്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫയൽ എന്ന് പറയുന്നത് ഇതിന്റെ ബിറ്റ് റേറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ദാൻ 70 or 80. മോർ ദാൻ 70 or 80. കാരണം ആ ഒരു സ്പീഡിലാണ് ഇത് പ്ലേ ആകുന്നത്. ആ ഒരു സ്പീഡിൽ പ്ലേ ആകുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്പീഡിലുള്ള ബിറ്റ് റേറ്റ് ഇതിനുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റി ഓൾസോ വിൽ ബി ഇംപെക്കബിൾ. ഞാൻ ഇപ്പൊ ഏതെങ്കിലും ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ജസ്റ്റ് ഞാൻ ഒരു ഇമേജ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഒരു നോയ്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ദർ വിൽ ബി നത്തിങ് ദിസ് വീഡിയോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഹയസ്റ്റ് ബിറ്റ് റേറ്റ് വിച്ച് ഇസ് അവൈലബിൾ. അതുകൊണ്ട് തന്നെ അതിനുള്ള നോയ്സ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഫിലിം മേക്കർ ഇന്റൻഷനലി നോയ്സ് ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അല്ലാതെ നാച്ചുറൽ ഒക്കറിംഗ് ആയിട്ടുള്ള നോയ്സോ അതേപോലെ തന്നെ ആർട്ടിഫാക്ട്സ് ഒന്നും ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് വൈ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ബൈങ് എ റിയൽ ഡബ്ല്യൂ സർവീസ്. ബൈങ് എ റിയൽ ഡബ്ല്യൂ സർവീസ് ഇസ് വെരി ചീപ്പ്. വളരെ ചീപ്പാണ്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 9 യൂറോസിന് നിങ്ങൾക്ക് 90 ഡേയ്സിന് കിട്ടും. ദാറ്റ് മീൻസ് 1 month ഇറ്റ് ഈസ് അറൌണ്ട് 300 rupees, which is nothing. നിങ്ങൾക്ക് സാധാരണ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഒരു ബേസിക് പ്ലാൻ ആണത് 300 രൂപ എന്ന് പറയുന്നത് ഒരു മാസം. അത് നിങ്ങൾ ഒന്നും കൂടി 16 യൂറോസിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 180 ഡേയ്സ് കിട്ടും. അങ്ങനെയാകുമ്പോൾ അത് ഒന്നുകൂടി കുറയും, ഒരു 280 rupees ആയിട്ട് കുറയും. ദാറ്റ് ഈസ് എക്സ്ട്രീംലി ചീപ്പ്. എക്സ്ട്രീംലി ചീപ്പ്. അത് ചിലർക്കൊക്കെ എന്താ പറയുക പോക്കറ്റ് മണി ആയിരിക്കും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കണ സമയത്ത് എക്സ്ട്രീംലി ചീപ്പാണ്. നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ സെയിം ഓർ അതിന് കുറവും. അപ്പൊ നിങ്ങൾക്ക് 4K HDR കേസ് കൊടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൊക്കെ 650 rupees കൊടുക്കണം. അത്രയും പോലും കോസ്റ്റ് വരുന്നില്ല എനിക്ക്. ഇറ്റ് ഈസ് വെരി കോസ്റ്റ് എഫിഷ്യന്റ്. നിങ്ങൾക്ക് ഈസിലി 300 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയിലുള്ള 4K HDR വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രീക്കിംഗ് എന്താ പറയാ അമേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് യു ക്യാൻ വാച്ച് എനിത്തിങ്. ഓക്കെ, എനി കണ്ടന്റ്. ഞാൻ ഇപ്പൊ ഇവിടെ കാണുന്നത് എനിക്ക് കൂടുതൽ ഇംഗ്ലീഷ് മൂവീസ് ആയതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മൂവീസ് കാണുന്നത്. ഇറ്റ് ഡസൻ മാറ്റർ. ഞാൻ ഇപ്പൊ എന്താ പറയാ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞുള്ള മൂവി ഇതൊക്കെ ഞാൻ മുന്നേ സെർച്ച് ചെയ്തിട്ടുള്ളത്. പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ മൂവി ഈ വർഷം ഇറങ്ങിയിട്ടുള്ള മൂവിയാണ്. സെയിം ഡീൽ. ഞാൻ അതേപോലെ എന്താ പറയാ ഒരു 4K വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഈസിലി പ്ലേ ആവും. ഈസിലി. ഓക്കെ, ആൻഡ് യു ഓൾസോ ഡോണ്ട് നീഡ് ടു പ്ലേ ഇൻ ദിസ്. ഇവരുടെ ഈ ഇൻബിൽഡ് ആയിട്ടുള്ള പ്ലെയറിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇത് VLC ഇൻസ്റ്റാൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് VLCയിലോട്ട് കാസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീം ലിങ്ക് കോപ്പി ചെയ്യാം. അതാണ് ഞാൻ ചെയ്യാറ്. എനിക്ക് ഈ പ്ലെയറാണ് ഇഷ്ടം. MPCBE എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. MPCയുടെ ബ്ലാക്ക് എഡിഷൻ മീഡിയ പ്ലെയർ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഈ പ്ലെയർ VLCനെ വെച്ച് നോക്കുമ്പോൾ ഈ പ്ലെയർ വേറെ ലെവലാണ്. പക്ഷെ ഇത് കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഈ പ്ലെയർ അന്യായ പ്ലെയറാണ്. അപ്പോ ഇതേപോലെ നിങ്ങൾക്ക് സ്ട്രീം ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഈസിലി നിങ്ങൾക്ക് ഏത് മൂവീസ് ഉണ്ടെങ്കിലും കാണാം. ആൻഡ് ഓൾസോ യു ക്യാൻ അഡ്ജസ്റ്റ് ദി സൈസ് ഓഫ് ദി വിഡ്ത്തും ഹൈറ്റ് ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇതിന്റെ ഗുണം. ഓക്കെ, അതാണ് നമ്മുടെ എന്തിന്റെ ഗുണം, ഈ ഫയൽസിന്റെ ഗുണം. ഓക്കെ, ഹയസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹയസ്റ്റ് ക്വാളിറ്റി, ഐ എം നോട്ട് കിഡിങ്, ഹയസ്റ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഏത് മൂവി, ഏത് സീരീസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ മൂവീസിന്റെ കുറച്ച് ലിസ്റ്റ് അവിടെ സെർച്ച് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ. അല്ല, മലയാളം മൂവീസ്. യെസ്, മലയാളം മൂവീസ് 2025 മൂവീസ്. ഞാൻ റാൻഡമലി കുറച്ച് മൂവീസ് പ്ലേ ചെയ്യാം. ഓക്കെ, ആഭ്യന്തര കുറ്റവാളി. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ്. അതൊന്നും എന്താ പറയാ അത്ര പോപ്പുലർ ആയിട്ടുള്ള മൂവി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒട്ടുമിക്ക എല്ലാ മൂവീസിന്റെ ഉള്ളിൽ ക്യാഷ് ആണ്. സെയിം ടീം ഞാൻ അതേപോലെ 4K വീഡിയോ ഞാൻ അതേപോലെ പ്ലേ ചെയ്ത് എല്ലാ കണ്ടന്റും ചിലപ്പോൾ ക്യാഷ് ചെയ്തിട്ടുണ്ടാവുന്നില്ല. ചിലപ്പോ എന്താ പറയാ, ചിലപ്പോ അത്രയും പോപ്പുലർ അല്ലാത്ത മൂവിയുടെ ചിലപ്പോൾ ക്യാഷ് ചെയ്തിട്ടുണ്ടാവുന്നില്ല. പക്ഷെ അത് വളരെ കുറവാണ്. നീ ഇപ്പൊ കണ്ടില്ലേ അതിന്റെ കുട്ടികളെ പോലത്തെ ഈ മൂവിയൊക്കെ ഈസിലി പ്ലേ ആകും. സോ ഞാൻ റാൻഡംലി കുറച്ച് മൂവീസ് എടുത്ത് പ്ലേ ചെയ്യുന്നുണ്ടോ. പിന്നെ ഒരു മൂവിയാണ് കണ്ടത്, ലെറ്റ്സ് സീ ബ്രൊമാൻസ്. ഓക്കെ, ലെറ്റ്സ് സീ ബ്രൊമാൻസ്. ഓക്കെ, ബ്രൊമാൻസ് അങ്ങനെ കുറെ വേറെ ലാംഗ്വേജിൽ വരുന്ന സമയത്ത് ജസ്റ്റ് മലയാളം അടിച്ചു കഴിഞ്ഞാൽ വരേണ്ടതാണ്. ഇനി ഇങ്ങനത്തെ ചില പേരുകൾ വരുന്ന സമയത്ത് ഇത് എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഒന്നും അടിച്ചാൽ വരില്ല. അപ്പൊ നമുക്ക് ഇവരുടെ കാസ്റ്റ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്യു തോമസ് എന്നല്ല കാസ്റ്റ് ലിസ്റ്റ്. അപ്പൊ ഒരു കാസ്റ്റിന്റെ പേര് ചിലപ്പോൾ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. പക്ഷെ സെർച്ച് ചെയ്ത് നോക്കണായിട്ട് നല്ലത് കാസ്റ്റിന്റെ ഒരു പേര് വെച്ചടിക്കണ്ട. അങ്ങനെ അടിക്കണ സമയത്ത് മോസ്റ്റ്ലി വരാറുണ്ട്. ഇല്ല, വരുന്നില്ല. സോ ലെറ്റ്സ് സീ. അപ്പൊ നമുക്കൊന്ന് ഇവിടെ സിയോട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരേണ്ടതാണ്. ബ്രൊമാൻസ് നോട്ട് ദിസ് വൺ. ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കാം. യെസ്, ബ്രൊമാൻസ് എവിടെയെങ്കിലും ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. ഓക്കെ, അതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഈസി തിങ്. അതെന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൊമാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ കുറെ മൂവീസ് ഉള്ള കാരണം കൊണ്ടാണ് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ഓക്കെ, ചില സമയത്ത് അങ്ങനെ ക്ലാഷ് ആവുന്നതാണ് മൂവീസിന്റെ പേര് വെച്ചിട്ട്. ബട്ട് മൂവി എന്തായാലും ഉണ്ടാവും. മോസ്റ്റ്ലി ഒന്നും നോക്കണമെന്നുള്ള നോക്കി കഴിഞ്ഞാൽ ഈസി നിങ്ങൾക്ക് വരും. ഓക്കെ, സോ ഇറ്റ്സ് ദ സെയിം തിങ്. ഓക്കെ, ഞാനിപ്പോ നേരത്തെ കണ്ട പോലെ ഞാൻ മൂവീസിന്റെ ലിസ്റ്റിലോട്ട് പോവാ. ഞാൻ റാൻഡം ഏതെങ്കിലും മൂവി ഞാൻ പ്ലേ ചെയ്യാം. മൂൺവാക്ക്, ലെറ്റ്സ് ഗോ വിത്ത് മൂൺവാക്ക്. ഇതൊന്നും ഒട്ടും പോപ്പുലർ ആയിട്ടുള്ള മൂവി അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ മൂവീസ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, മൂൺവാക്ക് അത്ര കണ്ടാവും എനിക്കറിയില്ല, പക്ഷെ ഒട്ടും പോപ്പുലർ ആവാത്തതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്ത് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ വിത്ത് 4K. ഓക്കെ, അതാണ് ചില കണ്ടന്റ് ചിലപ്പോൾ ഇങ്ങനെ സ്ട്രീമിൽ ഡൗൺലോഡ് ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ജസ്റ്റ് ലുക്ക് ഫോർ അതർ എന്താ പറയാ അതർ ഫയൽ. ഇപ്പോ ഞാൻ ഇപ്പൊ ഇത് പ്ലേ ചെയ്ത് ഇപ്പൊ മലയാളം മൂവീസിന് ഞാൻ അതാണ് മീഡിയ ഫ്യൂഷൻ പറയുന്നത്. മീഡിയ ഫ്യൂഷനിലായിരിക്കും മലയാളം മൂവീസിന്റെ കുറെ കണ്ടന്റ് ക്യാഷ് ചെയ്തിട്ടുണ്ടാകും. മീഡിയ ഫ്യൂഷന് ഞാൻ റെക്കമെൻഡ് ചെയ്യണത് അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇൻസ്റ്റാൾ മീഡിയ ഫ്യൂഷൻ ഓൾസോ വിത്ത് ടൊറന്റിയോ. റിയൽ ഡബ്ലിന്റെ അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് സെയിം API വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ആൻഡ് റിയൽ ഡബ്ലിന്റെ അക്കൗണ്ട് എടുക്കാൻ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ എന്താ പറയാ ബ്രൗസറിൽ പോയിട്ട് റിയൽ ഡബ്ലിഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ പ്രൈസിംഗിലോട്ട് പോകാം. പ്രൈസിംഗിലോട്ട് പോയിട്ട് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഇതിനുള്ള ഏതെങ്കിലും അക്കൗണ്ട് എടുക്കുക, ഏതെങ്കിലും ഒരു പ്രൈസിംഗ് എടുക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു API കിട്ടും. ആ API ടോക്കൺ ഞാൻ അവിടെ കാണിക്കില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പേഴ്സണൽ യൂസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ API ടോക്കൺ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് അവിടെ പോവുക. നിങ്ങൾക്ക് ഇത് മീഡിയ ഫ്യൂഷന്റെ സെറ്റപ്പ് പേജാണ്. മീഡിയ ഫ്യൂഷന്റെ സെറ്റപ്പ് പേജ് ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, മീഡിയ ഫ്യൂഷന്റെ സെറ്റപ്പ് പേജ് റിയൽ ഡബ്ലിഡ് കൊടുക്കുക. ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യണം മാത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോ യൂസറെ പോയിട്ട് മാറ്റിയാൽ മതി. ജസ്റ്റ് ഇൻസ്റ്റാൾ സ്ട്രീമിയോ കൊടുക്കുക, ഇവിടെ API കൊടുക്കുക, റിയൽ ഡബ്ലിഡിന്റെ API. ഓക്കെ, ആൻഡ് ദ സെയിം തിങ് വിത്ത് ടൊറന്റിയോ ഓൾസോ. ടൊറന്റിയോ കോൺഫിഗ് അടിച്ചാൽ മതി. ടൊറന്റിയോ കോൺഫിഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീം ഡോട്ട് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിലോട്ട് കയറും. സെയിം തിങ് ദ ബ്രിഡ് പ്രൊവൈഡർ ഫോർ മീ ഇറ്റ്സ് റിയൽ ഡബ്രിഡ്. ആൻഡ് API നമുക്ക് പോയി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ പോയിട്ട് നിർത്തോളും. ആൻഡ് അതോടെ കൊണ്ടുവരിക, ടെസ്റ്റ് ചെയ്യാം. സെയിം ഡീ, ക്ലിക്ക് ഡൗൺ ഇൻസ്റ്റാൾ ആൻഡ് സ്ട്രീമിയുടെ ആപ്പ് എടുക്കുക ആൻഡ് ഇൻസ്റ്റാൾ കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് യു ആർ പ്രിറ്റി മച്ച് ഏത് മൂവീസ് ആൻഡ് സീരീസ് ഔട്ട് ഓഫ് ദ വേൾഡ് നിങ്ങൾക്ക് കാണുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മന്ത്ലി ഇറ്റ്സ് അറൌണ്ട് 300 rupees. ഐ വുഡ് സജസ്റ്റ് യൂസിങ് എ റിയൽ ഡബ്ലിഡ് അക്കൗണ്ട്. റിയൽ ഡബ്ലിഡ് അക്കൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് ടൊറന്റിയോ മീഡിയ ഫ്യൂഷൻ വെച്ച് കാണാം. പക്ഷെ ഇറ്റ് വുഡ് ബി എന്താ പറയാ, എല്ലാതും ഇൻസ്റ്റന്റ് ആയിട്ട് വരണമെന്നില്ല. ചിലത് ഇൻസ്റ്റന്റ് ആയിരിക്കും, ചിലത് ഇൻസ്റ്റന്റ് ആവില്ല, ചിലത് ചിലപ്പോൾ ഭയങ്കര ലാഗ് അടിച്ച് പ്ലേ ആകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു 300 rupees നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈസിലി യു ക്യാൻ വാച്ച് വാട്ട് എവർ ദ മൂവീസ് ഓർ സീരീസ് യു ക്യാൻ വാച്ച്. ഓക്കെ, എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ അല്ലെങ്കിൽ ആമസോണിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്ത് മേടിച്ച് വെച്ചിട്ട് ബാക്കിയുള്ളൊക്കെ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ദിസ് വുഡ് ബി മച്ച് മോർ റിലയബിൾ. ഓക്കെ. ആൻഡ് റിയൽ ഡബ്രിഡ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പറയുക, പുതിയതായിട്ട് വന്ന സൈറ്റ് ഒന്നല്ല. റിയൽ ഡബ്രിഡ് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു 10-15 വർഷമായിരുന്നു ബേസിക്കലി. റിയൽ ഡബ്രിഡ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ റിയൽ ഡബ്രിഡ് when real started കഴിഞ്ഞാൽ 2009, 15 വർഷമായി ഈ റിയൽ ഡബ്രിഡ് എന്ന് പറഞ്ഞ സർവീസ് വന്നിട്ട്. അതേപോലെ തന്നെ സ്ട്രീമിയോ, ഇതൊന്നും പുതിയ സംഭവങ്ങളല്ല, ഇതൊക്കെ കുറെ വർഷങ്ങളായിട്ടുള്ളത്. 2015 വന്ന സർവീസാണ് സ്ട്രീമിയോ എന്ന് പറഞ്ഞത്. 10 വർഷമായി ഇപ്പോൾ സ്ട്രീമിയോ വന്നിട്ട്. സോ ദാറ്റ് ഈസ് ദ തിങ്. ഓക്കെ, ഇതൊന്നും പുതിയ സംഭവമല്ല. ഈ ടൊറന്റിയോ എന്ന് പറയുന്നത്, സ്ട്രീമിയോ എന്ന് പറയുന്നത്, റിയൽ ഡബ്രിഡ് എന്ന് പറയുന്നത് ഒന്നും പുതിയതായിട്ട് ലോകത്തിൽ വന്ന സംഭവം ഒന്നല്ല. ഈ അടുത്തുണ്ടായ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഒന്നും അല്ലത്. അതേപോലെ തന്നെ സ്ട്രീമിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലീഗൽ ആയിട്ടുള്ള ആപ്പാണ്. അതുകൊണ്ട് സ്ട്രീമിയോ ഒരിക്കലും ഒരു ആക്ഷനും വെച്ചിട്ട് ബാൻ ചെയ്ത് കളയാൻ പറ്റില്ല. അതൊന്നുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീമിയോ ഒരു ഗ്രേ ഏരിയക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അത് കാരണം കൊണ്ട്. പക്ഷെ സ്ട്രീമിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലീഗൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. സ്ട്രീമിയോടുള്ള ഇൻസ്റ്റാൾ ചെയ്യുന്ന ആഡ് ഓൺസ് ആണ് നമുക്ക് ഇല്ലീഗൽ ആവാനുള്ള ചാൻസുകൾ. ആൻഡ് ആഡ് ഓൺസിന്റെ കേസ് നോക്കുക വെച്ച് കഴിഞ്ഞാൽ ടൊറന്റിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ഓൺ നമുക്ക് ഡയറക്റ്റ്ലി പോയിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊറന്റിയോ ഒന്നും അവർ സ്റ്റോർ ചെയ്ത് വെക്കില്ല. അവർ ലിങ്കോട് മാത്രമേ തരുന്നുള്ളൂ. ആ ലിങ്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ആ ലിങ്കുകളുടെ പിന്നാലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്ത് നിർത്തിക്ക്. ഇറ്റ് ഈസ് ബേസിക്കലി ഇമ്പോസിബിൾ ടു ഡു ദാറ്റ്. ഓക്കെ, ബേസിക്കലി നിങ്ങൾ അത്ര മനസ്സിലാക്കിയത് ഇമ്പോസിബിൾ ആണ്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ധൈര്യസമയം നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ഗ്യാരണ്ടി തരുന്നു ഈ സാധനം ഒരിക്കലും ഷട്ട് ഡൗൺ ആയി പോയില്ല എന്ന്. കാരണം ഇപ്പോഴും ഡെവലപ്പ് ആയിട്ടിരിക്കുന്നത്. അവരെ ബ്ലോഗിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് അപ്ഡേറ്റ് വന്നു. നമുക്ക് ലാസ്റ്റ് അപ്ഡേറ്റ് വന്നത് 27-ാം തീയതി. ഇന്ന് എത്രാം തീയതി? ഇന്ന് ഡിസംബർ 2-ാം തീയതി. 27-ാം തീയതി ആണ് ലാസ്റ്റത്തെ അപ്ഡേറ്റ് വന്നത്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്റ്റിൽ ഡെവലപ്പിംഗ്, സ്റ്റിൽ ഇംപ്രൂവിംഗ്, and the application itself is pretty good. The application itself is pretty good and നിങ്ങൾക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് അവൈലബിൾ ഉണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമിലും, ഐ മീൻ വിൻഡോസ്, മാക്, ലിനക്സ്, ആൻഡ്രോയിഡ് ടി വി, ജസ്റ്റ് വാട്ട് എവർ പ്ലാറ്റ്ഫോം, ഇൻക്ലൂഡിംഗ് ടി വി സോഫ്റ്റ്വെയർസ്, സാംസങ്, LG, സോണി, ഫിലിപ്സ്. ഇതിനെ അപ്പുറം ഇനി ആരെങ്കിലും വേറെ ടി വി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്റെ അറിവിൽ ഈ 4 ബ്രാൻഡിലുള്ള ടി വിയാണ് കുട്ടികൾക്ക് എല്ലാവരും വീട്ടിലുള്ളത്. ഇനിയിപ്പോ വിയുടെ ഒക്കെ ടി വി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ടി വി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ അവരുടെ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ആൻഡ്രോയിഡ് ടി വിയുടെ ഇതിലും നിങ്ങൾക്ക് കിട്ടും. സോ എല്ലാ പ്ലാറ്റ്ഫോമിലും എല്ലാത്തിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു 10 വർഷത്തെ ഗ്യാരണ്ടി ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. 10 വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനാണ് റിയൽ ഡബ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട്. 15 വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു സർവീസാണ്. സോ ഇറ്റ് ഈസ് നെവർ ഗോയിങ് ഡൗൺ. ഓക്കെ, അത് ഡൗൺ ആയി പോവില്ല. നമ്മൾ അതിൽ പേടിക്കണ്ട. പൈസ പോവില്ല, പൈസ പോവോ എന്നുള്ള പേടി എന്തായാലും വേണ്ട. കാരണം ഞാൻ റിയൽ ഡബ്രിഡിന്റെ അക്കൗണ്ട് ഞങ്ങൾക്ക് ഒരു 1 ഇയർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി വെച്ച് പറയാൻ പറ്റും. ആൻഡ് ഓൾസോ ഞാനൊരു 4 വർഷമായിട്ട് സ്ട്രീമിയോ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്ട്രീമിയോ ഞാൻ റിയൽ ഡബ്രിഡ് ഇല്ലാതെ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെ ടൊറന്റിയോ വെച്ചിട്ട്. ബട്ട് ടൊറന്റിയോ വെച്ചിട്ട് എനിക്ക് എന്താ പറയാ, മോസ്റ്റ് ഓഫ് ദി 80-85% ഓഫ് മൂവീസ് എനിക്ക് ഈസിലി വാച്ച് ചെയ്യാൻ പറ്റിയിരുന്നു. സോ നിങ്ങൾക്ക് റിയൽ ഡബ്രിഡ് ഇല്ലാതെയും കാണാം. പക്ഷെ നിങ്ങൾ എക്സിസ്റ്റിംഗിൽ ഇപ്പോൾ വല്ല സബ്സ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്തിട്ട് റിയൽ ഡബ്രിഡിൽ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവും എങ്ങനെയാണ് ഇതിലുള്ള ആഡ് ഓൺസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈസിലി നിങ്ങൾക്ക് വാട്ട് എവർ മൂവീസ് ആൻഡ് സീരീസ് യു വാണ്ട് യു ക്യാൻ വാച്ച്. ഇത് കേരളത്തിൽ പോപ്പുലർ അല്ല. എന്റെ ഈ വീഡിയോയും പോപ്പുലർ ആവാൻ പോകുന്നില്ല. പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് ഒരു എന്താ പറയുക ഒരു 10 പേർക്ക് ഈ സംഭവം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിലി അവർക്ക് സെറ്റപ്പ് ചെയ്തിട്ട് ഈസിലി നിങ്ങൾക്കാണ് ലാഭം. എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ഓക്കെ, എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിൽ ഒരു ലാഭമില്ല. അപ്പോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഈ ആപ്ലിക്കേഷൻ പോപ്പുലർ അല്ല. പുറത്തത് പോപ്പുലർ ആണ്, പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോപ്പുലർ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുക ഒരു ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡയറക്റ്റ് പടം കാണാൻ പറ്റുന്നത്. ഇതേപോലെ ലിങ്കോട് വരില്ല. നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആഡ് ഓൺസ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ലിങ്കോട് കയറുള്ളൂ. അതിന് എന്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പൊ അങ്ങനെ കാണാണ്ട് വരുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ആപ്ലിക്കേഷൻ വെറും ഫ്ലൂക്കാന്ന് വിചാരിക്കും. പക്ഷെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്ലൂക്ക് അല്ല. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അറിയാത്തവരുടെ പ്രശ്നമാണ് അത്. ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അറിയാത്തതിനും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ചെറിയൊരു റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊക്കെ സെറ്റപ്പ് ചെയ്തെടുക്കാവുന്നുള്ളൂ. നിങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് എന്താ പറയാ ഒന്നെങ്കിൽ കമന്റ് സെക്ഷനിൽ ഫ്രീ ആയിട്ട് കമന്റ് ചെയ്യണമെന്നാണ്. വലിയ പൈസ നമ്മൾ കണ്ടത് ഫ്രീ ആയിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ അതിനുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ് ആപ്പ്. യു കുഡ് ഗെറ്റ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ്.
ഈ ആപ്ലിക്കേഷനും ഈ റീഡബിളിന്റെ സബ്സ്ക്രിപ്ഷനും ടോറന്റിയും മീഡിയ ഫ്യൂഷനൊക്കെ ഒരുമിച്ചാവുന്ന സമയത്ത് ബേസിക്കലി വേറൊരു സംഭവം നിങ്ങൾക്ക് വേണ്ടി വരില്ല. ഒരു 300 രൂപ ഒരു മാസം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി വാട്ട് എവർ ദ മൂവീസ് യു വാണ്ട് ടു വാച്ച് യു ക്യാൻ ഈസിലി വാച്ച് ഇറ്റ് ആൻഡ് ഇൻക്ലൂഡിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഹൈ ക്വാളിറ്റി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൂറേ ഡിസ്കിന്റെ റീമിക്സ് ഫയലിലൊക്കെ നിങ്ങൾക്ക് നല്ല പ്രൊജക്ടർ അല്ലെങ്കിൽ നല്ല വലിയ 4K HDR TV ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയലൊക്കെ ഇട്ട് പ്ലേ ചെയ്ത് നോക്കിയൊക്കെ അപ്പൊ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. കണ്ണെന്താ പറയുക, കണ്ണ് ചിമ്മണ ക്വാളിറ്റി എന്ന് പറയില്ലേ, ആ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അതും നിങ്ങൾക്ക് വലിയ ടാറ്റ് ഒന്നും വേണ്ട. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്റെ കേസിലാണ് ഞാൻ 50 MBPS ഞാൻ എന്റെ വീട്ടില് വൈഫൈ പ്ലാനിലിരിക്കുന്നത്. അപ്പൊ വലിയ എന്താ പറയാ 100 MBPS 1 Gbps ടാറ്റ് ഒന്നും വേണ്ട. വളരെ കുറഞ്ഞ ഡാറ്റ സ്പീഡിൽ തന്നെ നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്നു ഞാൻ ഗ്യാരണ്ടി തരാണ്. ഓക്കെ, അത് എന്റെ ഗ്യാരണ്ടി. ഓക്കെ, സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം. ആൻഡ് ഓൾസോ അത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഫ്രണ്ട്സ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും അറിയട്ടെ, ലൈക്ക് എന്താ പറയാ, ഇതേപോലത്തെ ഓപ്ഷൻസ് ഒക്കെ എല്ലാവരും അറിയട്ടെ. ടെലിഗ്രാം മാത്രമാണ് എല്ലാവരും എന്താ പറയാ പിടിച്ചിരിക്കുന്നത്. ടെലിഗ്രാം കുഴപ്പമൊന്നുമില്ല, പക്ഷെ ടെലിഗ്രാമിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വലിയ സൈസ് ഉണ്ടാക്കാൻ എന്താ പറയാ, ഇപ്പൊ ആർക്കും ഡാറ്റയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും 5G പ്ലാൻ ഉണ്ട്. അപ്പോ ടെലിഗ്രാമിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ 700 MB ഒരു സിനിമ കാണുന്നതും അതേപോലെ തന്നെ നല്ല രീതിക്ക് ഒരു ലാപ്പിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു 4K TV ഇരുന്നിട്ട് ഒരു 10-50 GB ഫയൽ ഇരുന്ന് കാണുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആൻഡ് ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. സീരിയസ്ലി ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഈസിലി നിങ്ങൾക്ക് സിനിമാസ് ആൻഡ് സീരീസ് ആൻഡ് വാട്ട് എവർ യു വാണ്ട് ഇൻക്ലൂഡിംഗ് ഇൻ എവറി ലാംഗ്വേജ് യു കൻ ഈസിലി വാച്ച് ഇറ്റ് ഓവർ ഹിയർ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ. എല്ലാവർക്കും ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ.